സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. യാക്കോബിന്റെ ലേഖനം 5-ാമത്തെ അധ്യായം 13-ാം വാക്യം മുതൽ വായിക്കുകയാണ്. ബൈബിളുള്ളവർ നോക്കി വായിക്കുക, അല്ലാത്ത ആളുകൾ ശ്രദ്ധിച്ചു കേൾക്കൂ. നിങ്ങളിൽ കഷ്ടമനുഭവിക്കുന്നവൻ, ശ്രദ്ധിക്കുക, നിങ്ങളിൽ കഷ്ടമനുഭവിക്കുന്നവൻ കഷ്ടം 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 അനുഭവിക്കുന്നവൻ. നിങ്ങളിൽ ആരെങ്കിലും കഷ്ടതയുള്ളവർ ഉണ്ടോ? അങ്ങനെയുള്ളവർ മാത്രം കൈകൾ ഉയർത്തിക്കാട്ടെ. മരിച്ചുപോയവർ ഒഴികെ ജീവിക്കുന്ന സകലർക്കും കഷ്ടത തീർച്ചയായും ഉണ്ട്. എന്നാൽ നിങ്ങൾക്ക് കഷ്ടത വരുമ്പോൾ, നിങ്ങൾക്ക് ദുഃഖം വരുമ്പോൾ, നിങ്ങൾ ഞെരുക്കത്തിൽ ആകുമ്പോൾ, നിങ്ങൾ ദുഃഖത്തിലായിരിക്കുമ്പോൾ, നിങ്ങൾ വേദനയിലായിരിക്കുമ്പോൾ നീ എന്താണ് ചെയ്യുന്നത്? വേദപുസ്തകം പറയുന്നു, നിന്റെ കഷ്ടദിവസത്തിൽ നീ തളർന്നു പോവുകയാണെങ്കിൽ നീ ഒന്നും ചെയ്യുവാൻ കഴിയാത്തവനായി മാറും. അതുകൊണ്ട് സാത്താന് നമ്മെ ഒന്നിനും കൊള്ളാത്തവനാക്കി മാറ്റി എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് നൽകും? കഷ്ടതയെ നൽകും. ആ കഷ്ടത വരുമ്പോൾ നീ തളർന്നു പോയാൽ, നീ നിരാശപ്പെട്ടു പോയാൽ, നീ വീണു പോവുകയാണെങ്കിൽ, മരിച്ചു പോകാമെന്ന് നീ ചിന്തിക്കുകയാണെങ്കിൽ നിനക്ക് കഴിവില്ലാത്തവനായിട്ട് മാറും. ഒന്നും ചെയ്യുവാൻ പറ്റാത്ത അവസ്ഥയിൽ ആയി മാറും. ഈ കാലത്ത് അനേകം ആളുകൾ സുഖത്തോടെയായിരിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യും. കയ്യിൽ പണമുള്ളപ്പോൾ സന്തോഷത്തോടെ ആയിരിക്കും. ആരോഗ്യത്തോടെ ആയിരിക്കുമ്പോൾ തന്നിഷ്ടപ്രകാരം ജീവിക്കും. ദൈവം അനുഗ്രഹവും നന്മയുമൊക്കെ കൊടുക്കുമ്പോൾ ദൈവത്തിലേക്ക് തിരിയാതെ, ദൈവത്തെ സ്തുതിക്കാതെ തങ്ങളുടെ ഇഷ്ടമനുസരിച്ചുകൊണ്ട് ജീവിക്കും. എന്നാൽ കഷ്ടത വരുമ്പോൾ നിരാശപ്പെട്ടു പോകും, വീണു പോകുവാനിടയാകും. മനുഷ്യന് പലതരത്തിലുള്ളതായ കഷ്ടങ്ങൾ വരും. ഏതു തരത്തിലുള്ള കഷ്ടതകളാണ് വരുന്നത്? ഒന്ന്, ശാരീരികമായിട്ടുള്ളതായ കഷ്ടത. ശരീരത്തിൽ നമുക്ക് എന്താണ് ഉണ്ടാകുന്നത്? വേദന. എന്താണ് വേദന എന്ന് പറഞ്ഞാൽ അറിയാവുന്ന ആളുകൾ കൈയുയർത്തുക. വേദന എന്തെന്നറിയാത്തവർ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. എപ്പോഴും ഒരു സഹോദരൻ വന്ന് പറയുകയാണ്, അയാളുടെ ഭാര്യയ്ക്ക് പ്രസവത്തിന്റെ വേദന വരികയാണ്. സഹോദരിക്ക് വേദന സഹിക്കാൻ കഴിയുന്നില്ല. അമ്മേ അമ്മേ എന്ന് നിലവിളിക്കുമ്പോൾ ആ ഡോക്ടർ വന്നിട്ട് മിണ്ടാതിരിക്കുന്നു പറയുന്നു. പ്രസവവേദന അനുഭവിച്ച ആളുകൾക്ക് അത് എന്താണെന്ന് അറിയൂ. പുരുഷന്മാർക്കത് അറിയില്ല. എല്ലാ വേദനകളെക്കാളും ഏറ്റവും വലിയ വേദന, അതിതീവ്രമായിട്ടുള്ള വേദന എന്താണെന്ന് ചോദിച്ചാൽ അത് പ്രസവ വേദനയാണെന്നാണ് പറയുന്നത്. ആ പ്രസവ വേദന അനുഭവിക്കുന്ന സമയത്ത് ഏതെങ്കിലും മാതാവ് കുഞ്ഞു വേണ്ടെന്ന് പറയുമോ? പ്രസവ വേദന ഉള്ളതുകൊണ്ട് കുഞ്ഞു വേണ്ട എന്ന് പറയുമോ? ആ കുഞ്ഞിനെ പ്രസവിക്കുന്നവരെയും ഒരുപാട് കഷ്ടത അനുഭവിക്കുന്നുണ്ട്. വേദന കൊണ്ട് അമ്മേ 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 എന്ന് നിലവിളിക്കും. എന്നാൽ ആ കുഞ്ഞു ജനിച്ച ഉടൻ തന്നെ, നിനക്കൊരു ആൺകുഞ്ഞ് ജനിച്ചെന്ന് പറയുമ്പോൾ തന്നെ വേദനയെല്ലാം എവിടെ പോയി അപ്പോൾ? സങ്കടമെല്ലാം എവിടെ പോയി അപ്പോൾ? സന്തോഷം വന്നിരിക്കുന്നു. നിന്റെ കഷ്ടതയിൽ നീ യേശുവേ എന്ന് നിലവിളിക്കുകയാണെങ്കിൽ, ആർക്കെങ്കിലും കഷ്ടതയുണ്ടായാൽ നിങ്ങൾ തളർന്നു പോകണം, നിരാശപ്പെട്ടു പോകണമെന്ന് പറയുന്നില്ല. എന്തു ചെയ്യണമെന്നാണ്? നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടതാണ്. നിന്റെ കഷ്ടതയിൽ നീ ദൈവത്തോട് നിലവിളിക്കുവാൻ ശീലിക്കുകയാണെങ്കിൽ നിനക്ക് ആശ്വാസം ലഭിക്കും. നീ എത്രയും വേദന അനുഭവിച്ചുവോ, എത്രമാത്രം നീ ദുഃഖിച്ചുവോ, എത്ര കഷ്ടത നീ അനുഭവിച്ചുവോ, അതിൻ്റെ അനേകം ഇരട്ടിയായിട്ട് സംതൃപ്തിയെയും സന്തോഷത്തെയും പ്രാപിക്കുവാൻ കഴിയും. എന്നാൽ ഈ കാലത്തുള്ളതായ മനുഷ്യൻ കഷ്ടത വരുമ്പോൾ ദൈവസന്നിധിയിലേക്ക് വരുന്നില്ല.
കഷ്ടതയുടെ മധ്യയിൽ ദൈവത്തെ അവർ ഓർക്കുന്നതേയില്ല. കഷ്ടതയിൽ അവർ ദൈവത്തോട് നിലവിളിക്കുന്നില്ല. ഒരാളോട് ഞാൻ ചോദിച്ചു, എന്തിനാണ് ഇങ്ങനെ മദ്യപിക്കുന്നതെന്ന്. വീട്ടിൽ ഭയങ്കര പ്രശ്നങ്ങളാണെന്നാണ് പറയുന്നത്. വീട്ടിൽ വഴക്കുണ്ടായാൽ എന്തുകൊണ്ടാണ് മദ്യപിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ മനസ്സിനൊരു സുഖവുമില്ല എന്നാണ് പറയുന്നത്. മനസ്സിന് സുഖമില്ലെങ്കിൽ എന്തുകൊണ്ടാണ് മദ്യപിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ കുറെ സമയത്തിന് മറക്കാനാണെന്ന്. എത്ര സമയം മറക്കാൻ കഴിയും? എത്ര നേരത്തേക്കാണ്? ആ മദ്യത്തിന്റെ ലഹരി പോകുന്നത് വരെ. അതിനുശേഷം വീണ്ടും എന്താണ് സംഭവിക്കുന്നത്? വീണ്ടും ഭാരമുണ്ടാകുമോ? ഇല്ലയോ? വീണ്ടും പോയി കുടിക്കും, പിന്നെയും പോയി കുടിക്കും, പിന്നെയും പോയി കുടിക്കും. ഈ കാലത്ത് നോക്കുമ്പോൾ ഇപ്പോഴുള്ള മനുഷ്യർ തനിക്ക് എന്തോ ഒരു ആശ്വാസം ലഭിക്കുന്നതിന് വേണ്ടി പലതും ചെയ്യുന്നു. ഒരു സ്ത്രീ ഒരു അർദ്ധരാത്രി സമയത്ത് ഒരു കുഞ്ഞിനെയും എടുത്തുകൊണ്ട് റോഡിൽ കൂടി വരികയാണ്. എവിടെ പോയിരുന്നു എന്ന് ചോദിച്ചപ്പോൾ പറയുകയാണ്, സിനിമയ്ക്ക് പോയിട്ട് വരികയാണെന്ന്. എന്തുകൊണ്ടാണ് ഈ പാതിരാത്രിയിൽ കൊച്ചു കുഞ്ഞിനെ കൊണ്ട് സിനിമയ്ക്ക് പോയിട്ട് വരുന്നതെന്ന് ചോദിച്ചപ്പോൾ പറയുകയാണ്, എൻ്റെ ഭർത്താവ് എനിക്കൊരു സമാധാനവും വീട്ടിൽ തരുന്നില്ല, വീട്ടിൽ എനിക്ക് ഒരു സ്വസ്ഥതയും ഇല്ല എന്ന്. സിനിമ കാണുമ്പോൾ നിനക്ക് സമാധാനം ലഭിക്കുന്നുണ്ടോ? സിനിമയിൽ നായികകാരെയൊന്നും ഇവിടെ ഞാൻ കരയുന്നത് കണ്ടുകൊണ്ട്. അവിടെയല്ല ചിത്രങ്ങൾ മാത്രമാണ്. സിനിമയിൽ യഥാർത്ഥമായ മനുഷ്യരുടെ കഥകളാണോ അത് പറയുക? എന്താണ്? അതെല്ലാം ഫിക്ഷനാണ്, അത് സങ്കല്പമാണ്. അത് കുറച്ചു നേരത്തേക്കേ ഉള്ളൂ. വീണ്ടും തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ ഭർത്താവ് എന്തു ചെയ്യും? വീണ്ടും കലഹിക്കുകയില്ലേ? അല്പം സന്തോഷത്തിനു വേണ്ടി വലിയ കഷ്ടതയാണ് വരുത്തിവെക്കുന്നത്. നോക്കുക, നിങ്ങൾക്ക് കഷ്ടത വന്നെങ്കിൽ മുഴങ്കാലിൽ ഇരിക്കുക. ഭക്തനായ ദാവീദ് വേദപുസ്തകത്തിൽ അവന്റെ കഷ്ടത നോക്കുകയാണെങ്കിൽ അതുപോലെ ആർക്കുമുള്ളതായി കാണില്ല. ബൈബിളിൽ നിങ്ങൾ ദാവീദിന്റെ ചരിത്രം നല്ലവണ്ണം പഠിച്ചു നോക്കുകയാണെങ്കിൽ അവന്റെ ബാല്യകാല സമയത്ത് സഹോദരന്മാരാൽ അവൻ തള്ളപ്പെട്ടു. അവന്റെ സഹോദരൻ ഏലിയാബ് 6 അടി ഉയരമുള്ളവൻ ആയിരുന്നു. നീ എന്താടാ ഇങ്ങോട്ട് വന്നത്? ആടിനെ വിട്ടിട്ട് എന്തുകൊണ്ട് ഇങ്ങോട്ട് വന്നു എന്നൊക്കെ അവൻ ആഹാരമായി വന്ന സമയത്ത് അവനെ വഴക്കു പറയാനിടയായി. അയ്യോ ചേട്ടൻ, ഞാനൊന്നും ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് അവൻ മാറിപ്പോകാനിടയായി. എന്താണ്? ചില ഭവനങ്ങളിൽ ചേട്ടന്മാർ ഇങ്ങനെ ഭരണം നടത്താറുണ്ട്. അനുജന്മാരെ വെറുതെ ഇങ്ങനെ ഭരിച്ചുകൊണ്ടേയിരിക്കും. സഹോദരിമാരുമുണ്ട് അങ്ങനെ ചെയ്യുന്നതായ ആളുകൾ. എന്നാൽ ഈ കാലത്ത് റിവേഴ്സാണ്. അനുജന്മാരാണ് ചേട്ടന്മാരെ ഭരിക്കുന്നത്. ചേട്ടൻ പിന്നെ മിണ്ടാതെ ഇരിക്കേണ്ടതായിട്ട് വരും. അനുജത്തിയായിരിക്കും ചേച്ചിയെ വഴക്ക് പറഞ്ഞ്, നിനക്കെന്തറിയാ, നീ മിണ്ടാതിരിക്കുക എന്ന് പറയും. നിനക്ക് സെൽഫോൺ ഉപയോഗിക്കാൻ പോലും അറിയത്തില്ല. ഞാനാണെങ്കിൽ 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എന്താണ്? 10th ക്ലാസ്. നീ 8ാം ക്ലാസ്സിൽ തോറ്റുപോയവളാണ്, നിനക്കൊന്നും അറിയത്തില്ല എന്ന് പറയും. എന്താണ്? ആ സമയത്ത് മനസ്സിൽ വളരെ വേദന അനുഭവപ്പെടും. എന്നേക്കാൾ ഇളയ ആളുകൾ വന്നിട്ട് എന്നെ നിന്ദിക്കുന്നല്ലോ, അപമാനിക്കുന്നുണ്ടല്ലോ. അത് സഹിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ഈ ലോകത്തിൽ നാം ആയിരിക്കുന്ന സമയത്ത് എല്ലാ ആളുകളും നമ്മെ, നീ നല്ലവളാണ്, നിന്നെ കാണാൻ നല്ല ചന്തമുണ്ട്, നല്ലവണ്ണം പാട്ടുപാടും, നല്ലവണ്ണം ആഹാരം പാകം ചെയ്യും, നല്ലവണ്ണം നീ സംസാരിക്കും, നല്ലവണ്ണം നീ വസ്ത്രം ധരിക്കും, നീ വളരെ നല്ലവളാണ് എന്നൊക്കെ പറയുമെന്നാണോ വിചാരിക്കുന്നത്? ആരെങ്കിലും ഒരാളായിരിക്കും പറയുന്നത് നിന്നിൽ നിന്ന് എന്തെങ്കിലും വേണമെങ്കിൽ. വെറുതെ പുകഴ്ത്തുന്നവരെ കണ്ടിട്ട് സന്തോഷിക്കരുത്. ചില ആളുകൾ വെറുതെ പുകഴ്ത്തുമ്പോൾ ചില ആളുകൾ അത് കണ്ട് പൊങ്ങിപ്പോകാനിടയാകും. സൈക്കിൾ പമ്പ് വെച്ച് കാറ്റടിക്കുന്നത് കണ്ടിട്ടില്ലേ? ആ പമ്പ് വെച്ച് പുഷും പുഷും എന്ന് വെക്കുമ്പോൾ ട്യൂബ് വികസിച്ച് വരുന്നത് കാണാം. ആ സമയം പെട്ടെന്ന് ഒരു പിന്നെടുത്തുകൊണ്ട് ഒരു കുത്തു വെച്ച് കൊടുക്കുകയാണെങ്കിൽ എന്താണ്? പുഷ് എന്നും പറഞ്ഞ് കാറ്റ് പോകും. ചിലരുടെ ജീവിതത്തിൽ ആരെങ്കിലും പുകഴ്ത്തുകയാണെങ്കിൽ വളരെ സന്തോഷമാണ് അവർക്ക്. എന്തെങ്കിലും കുറ്റം പറഞ്ഞാൽ പെട്ടെന്ന് അവർക്ക് നിരാശ ഉണ്ടാകുന്നത് കാണാം. പിന്നെന്താണ്? ദുഃഖവും കരച്ചിലും. ജീവിതം അങ്ങനെ ആയിരിക്കാൻ പാടില്ല. നിന്നെ പുകഴ്ത്തുന്നതായ ആളുകൾ, വാക്കുകൾ കൊണ്ട് നിന്നെ പുകഴ്ത്തുന്ന ആളുകൾ, വാക്കുകൾ കൊണ്ട് എന്തൊക്കെയോ പറഞ്ഞ് നിന്നെ ആകാശത്തിലേക്ക് കൊണ്ടുപോകുന്നവർ, ശൂന്യമായിരിക്കുന്നതായ സ്പൂണ് കൊണ്ട് നിന്നെ ആഹാരം കഴിപ്പിക്കുന്നവരാണെന്നാണ്. എന്താണ്? ആ സ്പൂണിൽ ഒന്നും തന്നെയില്ല, പായസമില്ല, ഒന്നുമില്ല. കഴിക്കുമ്പോളെ കഴിക്കൂ, ഇനി കുറച്ച് കഴിക്കൂ. എന്നാൽ തിന്നുവാൻ വേണ്ടി അതിലൊന്നുമില്ല, വെറും ഒരു കാലി സ്പൂൺ മാത്രമാണ്. അത് വെച്ചിട്ട് തിന്നു 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 എന്ന് പറഞ്ഞ സ്നേഹത്തോടെ പറഞ്ഞാൽ നിന്റെ വയറ് നിറയുമോ? എന്തെങ്കിലും നിനക്ക് തൃപ്തി ഉണ്ടാകുമോ? പറയൂ. ഇന്നുള്ളതായ അനേകം ആളുകളും നിന്ദിക്കപ്പെടുകയാണ്, അപമാനിക്കപ്പെടുന്നവരാണ്. ഒരു ചെറിയ വഴക്ക് പറഞ്ഞാൽ പോലും നമ്മുടെ കുട്ടികൾക്ക് ഇന്ന് സഹിക്കാൻ കഴിയുന്നില്ല. നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് സൂക്ഷിച്ച് ഇടപെടുക. ഈ കാലത്ത് അവർ വളരെ ഷാർപ്പായി തീർന്നിരിക്കുകയാണ്. എന്തുകൊണ്ടാണ്? ഈ കൾച്ചർ കൊണ്ടാണോ അതോ ഈ കാലത്തിന് അനുസൃതമായതുകൊണ്ടാണോ എന്താണെന്നറിയില്ല. നമുക്ക് നമ്മുടെ കുട്ടികളോട് ഇപ്പോൾ ഒരു നിമിഷം ഡാ എന്ന് വിളിച്ചാൽ, എടാ എന്തിനാടാ കരയുന്നത്? ഞാൻ നിന്നെ തല്ലിയോ? ഇല്ലല്ലോ, പിന്നെന്തിനാണ് നീ കരയുന്നത് വെറുതെ? അപ്പോൾ വളരെ സെൻസിറ്റീവാണ്. ഒരു വിഷയത്തിലും അവരെ നമുക്ക് വഴക്ക് പറയാൻ പോലും പറ്റില്ല. നിന്നെക്കൊണ്ട് എന്തിനു കൊള്ളാമെന്ന് പറയുകയാണെന്ന് വിചാരിക്കുക, പിന്നെ അവൻ പുസ്തകം തൊട്ടു നോക്കത്ത് പോലുമില്ല. ദയവ് ചെയ്ത് അങ്ങനെ പറയരുത്. നിന്നെക്കൊണ്ട് പഠിക്കാൻ കൊള്ളത്തില്ലടാ എന്ന് പറഞ്ഞാൽ പിന്നെ അവൻ പുസ്തകമെല്ലാം വലിച്ചു കീറി കളയാനിടയാകും. അത്ര ഷാർപ്പാണ്. ഒരമ്മ കുട്ടിയോട് പറഞ്ഞു, നീ പോയി ചാകൂ എന്ന്. അപ്പോൾ തന്നെ ആ കുട്ടി പോയി നദിയിൽ ചാടി മരിക്കുവാനിടയായി. എന്താണ്? നീ പോയി ചാകൂ എന്ന് പറഞ്ഞപ്പോൾ ആ സമയത്ത് തന്നെ
പോയി ചാകുവാനിടയായി. എന്താണ്? ഒരിക്കലും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യരുത്. നിങ്ങളുടെ കുട്ടികളെ ഈ കാലത്ത് വളരെ ജാഗ്രതയോടുകൂടി വളർത്തുക, സ്നേഹത്തോട് വളർത്തുക. കുട്ടികൾ രണ്ട് രീതിയിലാണ് പ്രതികരിക്കുന്നത്. കുട്ടികൾക്ക് നിങ്ങൾ പറയുന്ന എല്ലാ കാര്യങ്ങളും അതുപോലെ മനസ്സിലാകില്ല. നിങ്ങൾ എന്താണ് ഇങ്ങനെ കാണിക്കുന്നത്? ഞങ്ങളുടെ കാലത്ത് അങ്ങനെയല്ലായിരുന്നു, ഇങ്ങനെയല്ലായിരുന്നു, ഞങ്ങൾ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, അതുപോലെ അനുഭവിച്ചു, അതാണ് ഇതാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞാൽ ഒന്നും തന്നെ മനസ്സിലാകില്ല. അവർക്ക് രണ്ട് കാര്യം മാത്രമേ മനസ്സിലാകൂ. എന്താണ്? ഒന്ന് സ്നേഹം, രണ്ടാമത് ശാസന. ശാസനയേക്കാൾ കൂടുതൽ സ്നേഹമാണ് പ്രയോജനകരം. ഇന്ന് നിങ്ങളുടെ കുട്ടികളോട് ചോദിച്ചു നോക്കുക, എടാ നിനക്കെന്തെങ്കിലും കഷ്ടതയുണ്ടോ എന്ന് വീട്ടിൽ ചെന്ന് കുട്ടിയോട് ചോദിച്ചു നോക്കുക. അവൻ എന്തു പറയും? നിങ്ങളാണ് എൻ്റെ തലവേദനയെന്ന്. എങ്ങനെയാണ്? അപ്പനും അമ്മയും കാരണമാണ് എനിക്ക് കഷ്ടത എന്ന് പറയും. ഞാൻ സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ നിങ്ങൾ തന്നെയാണ് എൻ്റെ അടുക്കൽ വന്നിട്ട് അനുസരണം പഠിപ്പിക്കുന്നതെന്ന് പറയും. ശാരീരികമായിട്ടുള്ളതായ കഷ്ടത, മാനസികമായിട്ടുള്ള കഷ്ടത, മനുഷ്യർ അപമാനിച്ചെന്ന് പറഞ്ഞ്, നിന്ദിച്ചെന്ന് പറഞ്ഞ് നിരാശപ്പെടുന്നവർ, തകർന്നു പോകുന്നവർ, എടുത്തു ചാടുന്ന ആളുകൾ, തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നവർ. ഈ ദിവസം അങ്ങനെയുള്ള സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ, നിനക്ക് കഷ്ടത വരുമ്പോൾ, അല്ലെങ്കിൽ നിന്നെ ആരെങ്കിലും നിന്ദിച്ചാൽ, ആരെങ്കിലും നിനക്കെതിരായി നിൽക്കുമ്പോൾ, നിന്റെ ഭാര്യ നിന്നെ അപമാനിച്ചാൽ, നിന്റെ ഭർത്താവ് നിന്നെ നിന്ദിക്കുകയാണെങ്കിൽ നീ നിരാശപ്പെടരുത്. എന്തു ചെയ്യണം? നീ പ്രാർത്ഥന ചെയ്യേണ്ടതാണ്. ദാവീദ് അവന്റെ ജീവിതത്തിലെ പ്രതിസന്ധിയുടെ മധ്യയിൽ പ്രാർത്ഥിക്കുവാനായി ശീലിച്ചിരുന്നു. ദാവീദിനെ തന്റെ സഹോദരന്മാർ തള്ളിക്കളഞ്ഞു. അവൻ മുതിർന്നു കഴിഞ്ഞപ്പോൾ രാജാവായിട്ട് അഭിഷേകം ചെയ്തതിന് ശേഷം ഒരുപാട് ആളുകൾ അവനെ ശത്രുക്കളായിട്ട് മാറി. ശൗല് തന്റെ മകളെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു. എന്നാൽ ശൗല് സ്വന്തം മകളെ വിവാഹം കഴിപ്പിച്ചു കൊടുത്ത ശൗല് ദാവീദിനെ കൊല്ലുവാൻ വേണ്ടി പരിശ്രമിക്കുന്നു. അവന്റെ ഭാര്യ അവനെ നിന്ദിക്കുകയാണ് ചെയ്യുന്നത്. നീ ദൈവത്തിന്റെ സന്നിധിയിൽ നൃത്തം ചെയ്തെന്ന് പറഞ്ഞ് ഭാര്യ അവനെ നിന്ദിക്കുകയും അപമാനിക്കുകയും ചെയ്തു. ഏതു രീതിയിൽ നോക്കിയാലും എവിടെ ചെന്നാലും ശത്രുക്കളാണ്, എവിടെ ചെന്നാലും എതിർപ്പുകളാണ്. എന്നാൽ എല്ലാ സാഹചര്യത്തിനും നടുവിലും സ്വന്തം മക്കൾ തന്നെ തനിക്കെതിരായി നിന്നു. അബ്ശാലോം പിതാവിന്റെ രാജ്യത്തെ തട്ടിയെടുക്കാൻ തുടങ്ങി. പിതാവിനെതിരെ തിരിഞ്ഞു, ശത്രുവെന്ന പോലെ പെരുമാറി. എല്ലാ സാഹചര്യത്തിനും നടുവിലും ദാവീദ് വീണു. എവിടെയാണെന്നറിയാമോ? അവൻ മുഴങ്കാലിൽ വീഴുവാൻ ഇടയായി. കഷ്ടതയുണ്ടാകുന്നുണ്ടോ? നീ പ്രാർത്ഥിക്കണം. ചില കഷ്ടത മറ്റുള്ളവരിൽ കൂടിയാണ് വരുന്നത്. എന്നാൽ മറ്റു ചില കഷ്ടതകൾ നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് നാം തന്നെ വരുത്തുന്നതാണ്. നിന്റെ അറിവില്ലായ്മ കൊണ്ട് വന്നതായ കഷ്ടതകൾ നിന്റെ ജീവിതത്തിലുണ്ടോ? എനിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുന്നവർ കൈയുയർത്തുക. എൻ്റെ അടുക്കൽ വന്നിട്ട് ചിലർ പറയാറുണ്ട്, കടമുണ്ട്, വളരെ കഷ്ടതയാകുന്നു. ഇപ്പോൾ ഒരുപാട് കടം വരുത്തി വയ്ക്കുവാൻ ഇടയായി, പലിശകൾ കൂടിക്കൊണ്ടേയിരിക്കുകയാണ് എന്നെപ്പോഴും പറഞ്ഞതായ സമയത്ത് ഞാൻ ചോദിച്ചു, ആരാണ് ഈ കടം വരുത്തി വെച്ചതെന്ന്? ഈ കടഭാരം ഉണ്ടാക്കി വെച്ചത് ആരാണ്? നീ തന്നെയല്ലേ? ആലോചിക്കാതെ നിന്റെ വരുമാനത്തിനപ്പുറം നീ കടം വരുത്തി വെച്ചു. എന്നിട്ട് ആ കടം വീട്ടണമെന്നുള്ളതായ ആഗ്രഹമില്ലാതെ, അതിനുവേണ്ടി കഷ്ടപ്പെടാതെ, അതിനുവേണ്ടി പരിശ്രമിക്കാതെ, നിന്നെ തന്നെ നീ ക്രമീകരിക്കാതെ നീ കടഭാരത്തിലായിരിക്കുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടിൽ കടം വീട്ടുവാൻ കഴിയാതെ തൂങ്ങി മരിച്ചതായ എത്രയോ ആളുകളെ നമുക്കറിയാം. തന്നോടൊപ്പം ഭാര്യയെ മക്കളെ തന്നെ ആത്മഹത്യ ചെയ്യിപ്പിച്ച എത്രയോ ആളുകളെ നമുക്കറിയാം. നിനക്ക് കഷ്ടതയുണ്ടാകുമ്പോൾ നീ ദൈവത്തോട് പ്രാർത്ഥിക്കുക. എൻ്റെ അറിവില്ലായ്മ കൊണ്ടാണ് കടം വരുത്തി വെച്ചത്, ഇത് വീട്ടുവാനുള്ള കഴിവെനിക്കില്ല കർത്താവേ, എന്നെ ഈ കെണിയിൽ നിന്ന് നീ വിടുവിക്കുമാറാകണമേ, എന്നെ സഹായിക്കണമേ എന്ന് നീ പ്രാർത്ഥിച്ചാൽ ദൈവം എന്തു ചെയ്യും, എങ്ങനെ ചെയ്യുമെന്നൊന്നും നമുക്ക് അറിയില്ല. എന്നാൽ ദൈവം ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ ബുദ്ധിക്ക് അതീതമായാണ്. നമുക്കത് കണ്ടുപിടിക്കാൻ കഴിയില്ല. കാരണം അത് അത്ഭുതങ്ങളാണ്, അത് ആശ്ചര്യ കാര്യങ്ങളാണ്. അവൻ നിന്റെ കഷ്ടതയിൽ നിന്ന് നിന്നെ വിടുവിക്കും. മറ്റു ചിലർക്ക് ശാരീരികമായിട്ടുള്ള കഷ്ടതയാണ്. ശരീരത്തിന് വേദന ഉണ്ടാകുമെന്ന് നാം മുമ്പ് പറഞ്ഞുവല്ലോ. വേദന നല്ലതാണോ ചീത്തയാണോ? പറയൂ, വേദന നല്ലതാണോ ചീത്തയാണോ? വേദനയില്ലെന്ന് വിചാരിക്കുക. മുള്ളുകൊണ്ടാലും നിനക്ക് വേദനയില്ലെന്ന്. ഒരു സൂചി കൊണ്ട് കുത്തിയാൽ പോലും നിനക്ക് വേദനയില്ലെന്ന് വിചാരിക്കുക. നിന്റെ കൈ മുറിഞ്ഞാലും കൈ ഒടിഞ്ഞാലും നിനക്ക് വേദനയില്ല. പനിയുണ്ടായിട്ട് ശരീരം മുഴുവൻ കിടുകിട വിറയ്ക്കുകയാണ്, എന്നാൽ നിനക്ക് വേദനയില്ല. എന്താണ്?
അതുപോലെ നിന്റെ കാല് പൊള്ളിയെന്ന് വിചാരിക്കുക, എന്നാൽ നിനക്ക് വേദന അനുഭവപ്പെടുന്നില്ല. രക്തമൊഴുകിപ്പോകുന്നു, എന്നാൽ വേദനയില്ല. സെപ്റ്റിക്കായി പോയി, എന്നാൽ വേദനയില്ല. അപ്പോൾ എന്തു പറ്റും? നമ്മുടെ ശരീരത്തിൽ വേദന അറിയുന്നില്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ളതായ കുഴപ്പങ്ങൾ അറിയുവാൻ കഴിയില്ല. വേദനയില്ലെങ്കിൽ നമുക്കത് തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? വേദന വന്നതുകൊണ്ടാണ് നാം ചികിത്സിക്കുന്നത്. പലർക്കും ക്യാൻസർ ഉണ്ടാകുമ്പോൾ വേദന ഇല്ലാത്തടത്തോളം കാലം അവർക്ക് ആ ക്യാൻസർ ഉണ്ടെന്നുള്ള വിഷയം അറിയുകയില്ല. ചെറിയ വേദന ഉണ്ടാകുമ്പോൾ എന്താണെന്ന് നോക്കാൻ ശ്രമിക്കുമ്പോഴാണ് അറിയുന്നത്. ഡോക്ടറിന്റെ അടുക്കൽ ചെന്നപ്പോൾ ആ മുഴ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറയുന്നു. വേദന കൂടാതെ എടുത്തു കളയണം എന്ന് പറഞ്ഞാൽ നടക്കുമോ? എന്താണ്? വേദനയില്ല എങ്കിൽ അത് എടുക്കുവാൻ കഴിയില്ല, അത് മാറ്റുവാൻ കഴിയത്തില്ല, അതിന് സൗഖ്യം നേടുവാൻ കഴിയില്ല, പഴുക്കുമത്. വേദന വന്നതുകൊണ്ടാണ് ആ രോഗത്തെ തിരിച്ചറിയുന്നത് നാം. അതുകൊണ്ടാണ് ആ രോഗത്തിന് വിടുതൽ ലഭിക്കുന്നത്. അതുകൊണ്ട് ദൈവം നമ്മെ സൃഷ്ടിച്ചതായ സമയത്ത് അവൻ ചെയ്തതെല്ലാം നമ്മുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണ് ചെയ്തത്. നിനക്ക് കഷ്ടതയുണ്ടോ? ഭർത്താവ് കാരണം കഷ്ടത അനുഭവിക്കുന്ന ഭാര്യമാർ ഈ ഭാരതത്തിൽ എത്രയോ ആളുകളുണ്ട്. നീയും ആ കൂട്ടത്തിൽപ്പെട്ടവളാണെങ്കിൽ, എൻ്റെ ഭർത്താവ് കാരണം ഞാൻ ഒരുപാട് കഷ്ടത അനുഭവിക്കുന്നു, എൻ്റെ ഭർത്താവിനെ ഉപദ്രവിക്കുന്നു, എൻ്റെ ഭർത്താവിനെ അപമാനിക്കുന്നു, എൻ്റെ ഭർത്താവ് എന്നെ അനാവശ്യമായി നിന്ദിക്കുന്നുണ്ട്, എൻ്റെ ഭർത്താവ് എന്നെ പരിഗണിക്കുന്നതേയില്ല, എൻ്റെ ഭർത്താവ് എന്നെ പലപ്പോഴും ചീത്ത വിളിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ വിവാഹം വേർപിരിയുകയാണ്. എന്താണ് ചെയ്യുന്നത്? വിവാഹം മോചിപ്പിക്കുകയല്ല. എന്താണ് ചെയ്യേണ്ടത്? ഭർത്താവിന് വേണ്ടി മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും എൻ്റെ ഭർത്താവിന്റെ മാനസാന്തരത്തിന് വേണ്ടി ഞാൻ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിച്ചു, ഇപ്പോൾ എൻ്റെ ഭർത്താവ് മാനസാന്തരപ്പെട്ടു, ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് സന്തോഷത്തോടു കൂടി ജീവിക്കുന്നു എന്ന് പറയുന്നവർ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് കൈ ഉയർത്താമോ? കണ്ടില്ലേ, ഇവിടെയുണ്ട്. നല്ല വിശ്വാസികളായിരിക്കുന്ന സഹോദരിമാർ ഇവിടെയുണ്ട്. നിന്റെ ഭർത്താവിന്റെ മാനസാന്തരത്തിലൂടെ നിന്റെ പ്രാർത്ഥനയുടെ ശക്തിയെ കാണാൻ കഴിഞ്ഞു. അയൽപക്കക്കാരുടെ കുറവുകളെയല്ല, മറ്റുള്ളവരുമായി വഴക്കുകൂടുന്നതല്ല. പ്രാർത്ഥിക്കുന്നതായ ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയുടെ മനസ്സിനെ മാറ്റുവാൻ കഴിയുന്നതായ ഒരു ശക്തിയുണ്ട്. മരുന്നുകൾക്കാകട്ടെ, ഗുളികകൾക്കാകട്ടെ, ഡോക്ടേഴ്സിന് ആകട്ടെ, അധികാരികൾക്കാകട്ടെ അതില്ല. ഒരുവന്റെ ഹൃദയത്തിൽ മാറ്റം കൊണ്ടുവരുവാൻ കഴിയുന്നതായ ശക്തി നമ്മെ സൃഷ്ടിച്ചതായ സൃഷ്ടികർത്താവായ കർത്താവായ യേശു ക്രിസ്തുവിന് മാത്രമേ ആ ശക്തി ഉള്ളൂ. കഷ്ടത അനുഭവിക്കുന്നുണ്ടോ? നിന്റെ ഭാര്യ നിന്നെ അനുസരിക്കുന്നില്ലെന്ന് പറഞ്ഞ്, നിന്നെ മനസ്സിലാക്കുന്നില്ലെന്ന് പറഞ്ഞ് നീ നിന്റെ ഭാര്യയെ ഉപേക്ഷിച്ച് കളയരുത്. എന്താണ് ചെയ്യേണ്ടത്? ഭാര്യയ്ക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കേണ്ടതാണ്. എൻ്റെ ഭാര്യയ്ക്ക് കുഞ്ഞുങ്ങളില്ല, അതുകൊണ്ട് ഇവിടെ ഉപേക്ഷിച്ചിട്ട് മറ്റു വിവാഹം കഴിക്കുകയാണെന്ന് ഒരാൾ പറഞ്ഞു. മറ്റു വിവാഹം കഴിച്ചാൽ കുഞ്ഞുങ്ങളുണ്ടാകുമെന്ന് ഗ്യാരണ്ടി ഉണ്ടോ? നിന്റെ ഭാര്യയ്ക്ക് കുഞ്ഞുങ്ങളുണ്ടാകുന്നില്ലെങ്കിൽ അത് അവളുടെ തെറ്റ് മാത്രമാണോ? നിന്റെയും തെറ്റല്ലേ? ഭാര്യ പ്രസവിക്കണമെങ്കിൽ പുരുഷന്റെയും ബീജം ആവശ്യമല്ലേ? രണ്ടുപേരും ഒരുമിച്ച് പ്രാർത്ഥിക്കേണ്ടതല്ലേ? ചില ആളുകൾ വന്നിട്ട് വിചിത്രമായ രീതിയിൽ സംസാരിക്കാറുണ്ട്. ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ല, 6 വർഷമായിരിക്കുന്നു. നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്? വൈശാഖിലാണ് താമസിക്കുന്നത്. ആ സഹോദരി, നിങ്ങൾ എവിടെയാണ്? ഞാൻ ഡൽഹിയിലാണ് താമസിക്കുന്നത്. അവിടെ എനിക്ക് ജോലിയാണ്, ഭർത്താവിന് ഇവിടെയാണ് ജോലി. രണ്ടുപേരും 2 സ്ഥലത്താണെങ്കിൽ എങ്ങനെയാണ് കുഞ്ഞുങ്ങളുണ്ടാകുന്നത്? ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ കണ്ടുമുട്ടാറുണ്ട്. ഇതെന്താ, ഫ്രണ്ട്സ് ആണോ ഇടയ്ക്കിടയ്ക്ക് കണ്ടുമുട്ടാൻ? എന്താണ് ഇടയ്ക്കിടയ്ക്ക് കണ്ടുമുട്ടാൻ? ഫ്രണ്ട്സ് ആണോ അതോ ബന്ധുക്കളാണോ? ഭാര്യ ഭർത്താക്കന്മാർ, പുരുഷന്റെ വിവാഹം കഴിഞ്ഞാൽ പിന്നെ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ജീവിക്കണം. ഭാര്യ ഭർത്താവിനെ വിട്ടുമാറാൻ പാടില്ല. പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാത്രം വേണമെങ്കിൽ രണ്ടുപേരുടെയും സമ്മതപ്രകാരം അല്പസമയത്തേക്ക് രണ്ടുപേർക്കും വേർപിരിഞ്ഞിരിക്കാമെന്നാണ് ബൈബിൾ പറയുന്നത്. എന്നാൽ ഇന്നുള്ളതായ മനുഷ്യർ മറ്റുള്ളവരെ നിന്ദിക്കുന്നു. ഭാര്യയ്ക്ക് മക്കളുണ്ടാകുന്നില്ല എങ്കിൽ, റിബേക്കയ്ക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. ഇസഹാക്ക് എന്താണ് ചെയ്തത്? അവൻ ഉപേക്ഷിച്ച് കളയുവാനിടയായില്ല. ഇസഹാക്ക് റിബേക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ഭർത്താവ് പ്രാർത്ഥിക്കുവാനിടയായി. അപ്പോൾ ദൈവം അവർക്ക് ഇരട്ടക്കുട്ടികളെ കൊടുത്തു. നിനക്ക് എന്തു കുറവുണ്ടെങ്കിലും, എന്തു കഷ്ടമുണ്ടെങ്കിലും, നീ കടന്നുപോകുന്നത് ഏത് സാഹചര്യമാണെങ്കിലും, നിന്റെ ജീവിതത്തിൽ ഉള്ളത് ഏത് കഷ്ടമാണെങ്കിലും, നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ്? പ്രാർത്ഥിക്കുക. കഷ്ടതയെ നേരിടാതെ, കഷ്ടതയിൽ കാത്തിരിക്കാതെ, കഷ്ടതയിൽ പ്രത്യാശയോടിരിക്കാതെ, കഷ്ടത സഹിക്കാതെ, വൻ കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ നടക്കണമെന്നുണ്ടെങ്കിൽ, നിനക്ക് അനുഗ്രഹം ലഭിക്കണമെന്നുണ്ടെങ്കിൽ അത് അസാധ്യമാണ്. ദൈവം നമ്മെ കഷ്ടതയിൽ കൂടി കടത്തിക്കൊണ്ടുപോയി പരിപൂർണരാക്കി മാറ്റും. പിശാച് നമുക്ക് കഷ്ടത കൊണ്ടുവരും, നമ്മെ പരീക്ഷിക്കും.
എന്നാൽ ദൈവം നമ്മെ പരിശോധിക്കും, നമ്മെ വിശുദ്ധീകരിക്കും, അവൻ നമ്മെ പൂർണ്ണരാക്കി മാറ്റും. അതുകൊണ്ടാണ് നിങ്ങൾ ബൈബിളിൽ നോക്കുക, എത്ര വലിയ ഭക്തനാണെങ്കിലും ഒരുപാട് കഷ്ടതയും ബുദ്ധിമുട്ടും അനുഭവിച്ച ശേഷമാണ് വിശുദ്ധീകരിക്കപ്പെട്ടത്. ഇയ്യോബ് എത്രയോ രീതിയിൽ കഷ്ടത അനുഭവിച്ച് 2 ഇരട്ടി അനുഗ്രഹം പ്രാപിക്കുവാനിടയായി. നിനക്ക് കഷ്ടത ഉണ്ടെങ്കിൽ പറയൂ, എന്തു ചെയ്യണം? പെട്ടെന്ന് ഒരു ന്യൂസ് വരികയാണ്, അപകടകരമായ ഒരു വാർത്ത വരികയാണ്. ദൂരദേശത്തായിരിക്കുന്ന നിങ്ങളുടെ മകൻ അപകടത്തിൽപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലായി. ഉടനെ എന്തു ചെയ്യണം പറയുക? മുഴങ്കാൽ മടക്കി പ്രാർത്ഥിച്ചാൽ ഉടൻ തന്നെ ഫോൺ വരും, അല്ലെങ്കിൽ ഒരു ടെലിഗ്രാം വരും, അത് നിങ്ങളുടെ മകനല്ല, വേറെ ആരുടെയോ മകനായിരുന്നുവെന്ന്. എന്താണ് സംഭവിച്ചത്? ദൈവം തിന്മയെ നന്മയാക്കി മാറ്റി. നീ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിന്റെ ജീവിതത്തിൽ, നിന്റെ കഷ്ടതയുടെ നടുവിൽ ആശ്വാസവും പ്രത്യാശയും പ്രാപിക്കാൻ കഴിയും. റോമർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 3-ാം വാക്യം ശ്രദ്ധിക്കുക. റോമർക്കെഴുതിയ ലേഖനം 5:3. അതുതന്നെയല്ല, കഷ്ടത സഹിഷ്ണുതയെയും, സഹിഷ്ണുത സിദ്ധതയെയും, സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു എന്ന് അറിഞ്ഞു നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. കഷ്ടത സഹിഷ്ണുതയെയും, സഹിഷ്ണുത സിദ്ധതയെയും, സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു എന്ന് അറിഞ്ഞു കഷ്ടതയിലും പ്രശംസിക്കുന്നു. ഭക്തനായിരുന്ന പൗലോസിന്റെ ചരിത്രം നാം നോക്കിയാൽ അവന്റെ ജീവിതത്തിൽ എപ്പോഴും കഷ്ടതയുണ്ടായിരുന്നു. സുവിശേഷം നിമിത്തം കഷ്ടത അനുഭവിച്ചവനാണ്. ദൈവത്തിനു വേണ്ടി കഷ്ടത അനുഭവിച്ചവനാണ്. നമുക്ക് 2 രീതിയിലുള്ളതായ കഷ്ടതയുണ്ട്. അതിലൊന്ന് നമ്മുടെ പാപത്താൽ വരുന്നതായ കഷ്ടം. വചനത്തിൽ എഴുതിയിരിക്കുന്നു, നിങ്ങൾക്ക് നന്മ ഉണ്ടാകാതിരിക്കുന്നതിന് കാരണം നിങ്ങളുടെ പാപങ്ങളാണ്. നിന്റെ പാപത്താൽ നീ വരുത്തിവെച്ചിരിക്കുന്ന കഷ്ടം. നിന്റെ ഇഷ്ടപ്രകാരം നീ ജീവിച്ചു, എയ്ഡ്സ് രോഗം നീ വരുത്തിവെച്ചു. നിന്റെ ശരീരത്തെ ദേവാലയത്തെ പോലെ കാക്കാതെ അശുദ്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി നീ ഉപയോഗിച്ചു. ക്യാൻസർ രോഗം നീ വരുത്തിവെച്ചു, ക്ഷയരോഗം വരുത്തിവെച്ചു. നിന്റെ ഇഷ്ടമനുസരിച്ച് നീ ജീവിച്ചതുകൊണ്ട്. ചിലരാണെങ്കിൽ എപ്പോഴും കോപിക്കുന്നതായിട്ട് കാണാം. എപ്പോഴും കോപിച്ചിരിക്കുന്ന ആളുകൾക്ക് എന്ത് രോഗമാണ് വരുന്നതെന്ന് അറിയാമോ? നീ എന്താണ് ചെയ്തത്? എന്തു ചെയ്തു? എന്താണ് ഈ കാട്ടിക്കൂട്ടിയിരിക്കുന്നത്? എന്നൊക്കെ ഒച്ച വയ്ക്കുകയാണെങ്കിൽ എന്താണ് വരുന്നത്? എന്താണ്? BP, ബ്ലഡ് പ്രഷർ. കണ്ടിട്ടില്ലേ? വെറുതെ ഒച്ച വെച്ച് സംസാരിക്കുന്നത്, വെറുതെ കോപിക്കുകയും ദേഷ്യപ്പെടുകയും ചെയ്യുന്നത്. മൂക്കിൻ തുമ്പത്താണ് കോപം. എവിടെ? നമ്മുടെ ശരീരത്തിൽ മുൻപിൽ നിൽക്കുന്ന ഭാഗം എന്താണെന്ന് ചോദിച്ചാൽ മൂക്കാണെന്നാണ് പറയുന്നത്. അതായത് ആദ്യം എപ്പോഴും റെഡിയായിട്ട് നിൽക്കുകയാണ് കോപിക്കാൻ വേണ്ടി. അങ്ങനെയാണ്. നിന്റെ കോപം തന്നെയാണ് നിന്റെ ശത്രുവായിരിക്കുന്നത്. നിന്റെ മുൻകോപം കാരണമാണ് നിനക്ക് BP ഉണ്ടായത്. എന്നാൽ കഷ്ടതയിൽ നീ സഹിഷ്ണുതയോടെ, സിദ്ധതയോടെ ആയിരിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് BP ഉണ്ടാകുന്നത്? കഷ്ടത വന്നു എന്ന് പറഞ്ഞ് ഒച്ചയും ബഹളവും വെച്ച് ദേഷ്യപ്പെടുകയാണെങ്കിൽ ആ രോഗം ഗുരുതരമായി മാറുകയാണ്. അനേകം ആളുകളുടെ ജീവിതത്തിലും ആകുലത, വിചാരങ്ങൾ. ഈ ഷുഗർ രോഗത്തെക്കുറിച്ച് നോക്കിയാൽ ഇപ്പോൾ കാണുന്ന എല്ലാ വ്യക്തികളുടെ ജീവിതത്തിൽ ഇതാണ്. BP ഷുഗർ. അതിലും 10 പേരിലെ അല്ലെങ്കിൽ 20 ഒരാൾക്ക് സ്ട്രോക്ക് ഉണ്ടാകുന്നു. ബ്രെയിൻ സ്ട്രോക്ക്. കൈയും കാലും തളർന്നു പോയി, കൈ ഉയർത്താൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ നടക്കുവാൻ കഴിയുന്നില്ല. ഒരു കാലുകൊണ്ടാണ് ഒത്തി നടക്കുന്നത്. BP കൂടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? രക്തത്തിന്റെ സമ്മർദ്ദം കൂടുന്നതായ സമയത്ത് രക്തം ഒഴുകുന്നതായ ഞരമ്പുകളിൽ അതിന് താങ്ങാവുന്ന ലെവലിനേക്കാൾ കൂടുതൽ സമ്മർദ്ദത്തോടുകൂടി രക്തം പോകുമ്പോൾ അത് പൊട്ടിപ്പോകുവാൻ ഇടയാകുന്നു. രക്തസമ്മർദ്ദം കൂടി ഞരമ്പ് പൊട്ടുകയാണെങ്കിൽ അങ്ങനെ കൈയും കാലും എന്തു പറ്റും? തളരുവാൻ ഇടയാകുന്നു. ഹൃദയത്തിലേക്ക് രക്തം ചെല്ലുന്നില്ലെങ്കിൽ എന്തു പറ്റും? മനുഷ്യർക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാനുള്ള ഒരു കാരണം എന്താണെന്ന് അറിയാമോ? മനുഷ്യന്റെ ജീവിതത്തിൽ അനാവശ്യമായി ഉണ്ടാകുന്നതായ ആകുലത നിമിത്തം, അനാവശ്യമായ ടെൻഷൻ നിമിത്തമായിട്ട് ഹാർട്ട് അറ്റാക്ക് പലർക്കും ഉണ്ടാകുന്നതായിട്ട് കാണാം. ഇന്ന് അതാണ് സംഭവിക്കുന്നത്. നിന്റെ ആകുലത നിമിത്തമായി, നിന്റെ പാപം നിമിത്തമായി നിന്റെ ജീവിതത്തിൽ നീ രോഗത്തെ വരുത്തിവെക്കുകയാണ്, കഷ്ടത വരുത്തിവെക്കുകയാണ്. രണ്ടാമതായിട്ട്, ദൈവത്തിനു വേണ്ടി കഷ്ടത അനുഭവിക്കുന്ന ചിലരെ കാണാൻ കഴിയും. നീ യഥാർത്ഥമായിട്ടും ദൈവത്തിനു വേണ്ടിയാണോ കഷ്ടത അനുഭവിക്കുന്നത്? ചില ആളുകൾ ഇങ്ങനെ പറയാറുണ്ട്, ഇയ്യോബിനെ പോലെ ഞാൻ കഷ്ടത അനുഭവിക്കുകയാണെന്ന്. ഇയ്യോബിനെ പോലെയാണോ? ഇയ്യോബ് ദോഷം വിട്ടകന്നവനായിരുന്നു,
യഹോവയിൽ ഭക്തിയുള്ളവനായിരുന്നു. അവൻ നീതിമാനും നിഷ്കളങ്കനുമായിരുന്നു. അവന്റെ പാത വേറെയാണ്. നിന്റെ കാര്യം നോക്കുമ്പോൾ നീ പുക വലിച്ച് രോഗം വരുത്തിവെച്ചിരിക്കുന്നു. കോപിച്ച് BP വരുത്തിവെച്ചിരിക്കുന്നു. വ്യഭിചാരം ചെയ്തത് നിമിത്തം എയ്ഡ്സ് വന്നിരിക്കുന്നു. ഇപ്പോൾ പറയും, യോബിനെ പോലെ ഞാൻ കഷ്ടത അനുഭവിക്കുന്നു. എല്ലാവരും എന്നെ വിട്ടിട്ട് പോയിരിക്കുന്നു. എന്നെ സഹായിക്കാൻ ആരുമില്ല. ആരും എൻ്റെ അടുക്കലേക്ക് പോലും വരുന്നില്ല. നിനക്ക് രോഗമുണ്ടെങ്കിൽ ആരാണ് നിന്റെ അടുക്കൽ വരുന്നത്? എന്താണ്? നിനക്ക് കുഷ്ഠരോഗമുണ്ടെന്നറിഞ്ഞാൽ നിന്റെ ഭാര്യ നിനക്ക് ആഹാരം കൊണ്ടുതരുമോ? അവൾ നിന്നെ വിട്ട് മാറി നിൽക്കുവാൻ ഇടയാകും. അവൻ നിന്റെ അടുക്കലേക്ക് പോലും വരികയില്ല. നീ ദൂരോട്ട് മാറി നിൽക്ക്, എന്നെ തൊടാൻ പാടില്ല, എൻ്റെ അടുക്കൽ വരരുതെന്ന് പറയും. എന്താണ്? നിന്റെ പാപം കാരണം വന്നിട്ട് ദൈവത്തിന് വേണ്ടിയാണെന്ന് പറയരുത്. ദൈവത്തിന് വേണ്ടി കഷ്ടത അനുഭവിക്കുന്നവർ വേറെയാണ്. ഞാൻ ദൈവത്തിന് വേണ്ടി കഷ്ടത അനുഭവിക്കുന്നു എന്ന് പറയുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ കൈ ഉയർത്തുക. ഒരാൾ പോലുമില്ലേ? ഒരു സഹോദരി ഇപ്രകാരം പറഞ്ഞു, കർത്താവിൽ വിശ്വസിച്ചു എന്ന് പറഞ്ഞ എൻ്റെ ഭർത്താവ് എന്നെ ഉപേക്ഷിച്ചു കളഞ്ഞുവെന്ന്. എന്തുകൊണ്ടാണ്? അവൾ ഒരു തെറ്റും ചെയ്തില്ല. അയാളെ നല്ലവണ്ണം നോക്കി, ഭക്ഷണം വെച്ചു കൊടുത്തു, ശുശ്രൂഷകളെല്ലാം ചെയ്തു നല്ല രീതിയിൽ അയാളെ നോക്കി. എന്നാൽ കർത്താവിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് അവളെ ഉപേക്ഷിക്കുവാനിടയായി. അതാർക്കു വേണ്ടിയാണ് അനുഭവിക്കുന്നത്? എന്താണ്? എൻ്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെക്കൊണ്ട് എല്ലാത്തിന്മേയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ച് ഉല്ലസിപ്പീൻ എന്ന് പറയുന്നു. അങ്ങനെ പാട്ടുകൾ പാടി അവന്റെ നാമത്തെ സ്തുതിക്കുകയും അവനിൽ സന്തോഷിക്കുകയും ചെയ്യാം നമുക്ക്. അങ്ങനെ നിങ്ങളുടെ ജീവിതം എപ്പോഴും മറ്റുള്ളവരിൽ ആശ്രയിച്ച് അവരുടെ സഹായം ജീവിക്കുന്നതിനേക്കാൾ നിങ്ങളുടെ കർത്താവിന്റെ കരം പിടിച്ച് സന്തോഷിച്ച് ഉല്ലസിച്ച് ആനന്ദത്തോടുകൂടി മുൻപോട്ട് പോകുന്ന ഒരു ക്രിസ്തീയ ജീവിതത്തെ നയിക്കുവാനായിട്ട് കഴിയും. ആ ജീവിതം നമുക്കെല്ലാവർക്കും ദൈവം നൽകുമാറാകട്ടെ. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന. ഈ ദിവസം നിന്റെ സകല ഭയങ്ങളിൽ നിന്നും, നിന്റെ കഷ്ടതയിൽ നിന്ന്, നിന്റെ എല്ലാ പ്രതികൂലത്തിൽ നിന്നും നിന്നെ വിടുവിക്കുന്നവനായ കർത്താവ് നിന്നോട് കൂടെയുണ്ട്. അവൻ നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. അവൻ നിന്നെ വിടുവിക്കുമെന്ന് പറഞ്ഞു. നിന്റെ ജീവിതത്തിൽ ഈ ക്ഷണം മുതൽ ഒരു അത്ഭുതം നടക്കാൻ പോവുകയാണെന്ന് വിശ്വസിക്കൂ. പിൻപിലുള്ളതെല്ലാം മറന്നുകൊണ്ട് മുൻപിലുള്ളതിനു വേണ്ടി നീ ഓടുക. എത്ര കാലം ഈ കഷ്ടത അനുഭവിക്കണം? എത്ര കാലം ഈ നിന്ദകൾ എനിക്ക് ചുമക്കണം? എത്ര കാലം ഈ അപമാനങ്ങൾ സഹിക്കണം? എത്ര കാലം ഈ രോഗങ്ങൾ സഹിക്കണം എന്നുള്ള വേദനയോടുകൂടിയായിരിക്കാം ഒരുപക്ഷെ നീ കടന്നു വന്നത്. നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ ഞാനാണ് എന്ന് പറഞ്ഞതായ കർത്താവ് ഈ ദിവസം നിന്റെ രോഗത്തിൽ നിന്ന് വിടുതൽ നൽകി നിന്റെ സങ്കടങ്ങളെയെല്ലാം മാറ്റിയിട്ട് നിന്റെ ജീവിതത്തെ മാറ്റി ഒരു പുതിയ ജീവിതത്തെ കർത്താവ് നിനക്ക് നൽകുകയാണ്. വിശ്വസ്തനായ ഞങ്ങളുടെ ദൈവമേ, സൗഖ്യമാക്കുന്നതായ കർത്താവേ, ജയം നൽകുന്നതായ ദൈവമേ, ഈ ദിവസം എൻ്റെ സങ്കടം ഇതാണ്, എൻ്റെ പ്രതികൂലം ഇതാണ്, എൻ്റെ രോഗം ഇന്നതാണ്, എൻ്റെ ആവശ്യം ഇന്നതാണ് എന്നാരൊക്കെയാണോ നിന്നോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്, അവരുടെ ജീവിതത്തിൽ വിടുതൽ കൊടുക്കണമേ കർത്താവേ. ഈ ദിവസം മുതൽ നിന്നോട് വിളിച്ചപേക്ഷിക്കുന്നവരായി നിന്റെ സന്നിധിയിൽ ചിലവഴിക്കുന്ന ആളുകളായി തീരുവാൻ ഞങ്ങളെ എല്ലാവരെയും നീ സഹായിക്കുമാറാകണമേ. കഷ്ടത വന്നുവെന്ന് പറഞ്ഞ് നിരാശപ്പെടാതെ, കഷ്ടതയിലായിരുന്നത് എനിക്ക് നന്മയായിരുന്നുവെന്ന് പറയാൻ, ആ സാക്ഷ്യം പറയുവാൻ ഞങ്ങൾ എല്ലാവരെയും നീ സഹായിക്കണമേ. കഷ്ടതയിൽ കൂടി സഹിഷ്ണുതയും, കഷ്ടതയിൽ കൂടി വിശുദ്ധിയെയും, കഷ്ടതയിൽ കൂടി പ്രത്യാശയും സിദ്ധതയും പ്രാപിച്ചെടുക്കുന്നവരായിട്ട്, കഷ്ടതയിൽ സന്തോഷിക്കുവാനായിട്ട് ഞങ്ങളെ ഓരോരുത്തരെയും നീ സഹായിക്കണമേ. പാപത്താൽ വരുത്തിവെച്ചതായ കഷ്ടതകൾ, പാപത്താൽ വരുത്തിവെച്ചതായ രോഗങ്ങൾ ഈ ദിവസം ആരുടെയൊക്കെ ജീവിതത്തിലാണോ അങ്ങനെയുള്ള കഷ്ടതകൾ ഉണ്ടായിരിക്കുന്നത്, അങ്ങനെയുള്ള ആളുകളെ നസ്രയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിടുവിക്കുകയാണ് പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ, 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 യേശുവേ.
നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. യേശുവേ 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 യേശുവേ